പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 24-ന്റെ 3-4 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും: കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭ വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, 15 വയസ്സുള്ളപ്പോൾ മരിച്ച ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു കുട്ടിയായിരുന്നു ഈ ഡൊമിനിക് സാവിയോ. ഈ വിശുദ്ധ ഡൊമിനിക് സാവിയോ കുട്ടികളുടെയും യുവജനങ്ങളുടെയും പ്രത്യേകമായിട്ട് വിശുദ്ധനായിട്ട് അറിയപ്പെട്ടിരുന്നത്. ഈ വിശുദ്ധ ഡൊമിനിക് സാവിയോ പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും യുവതി യുവാക്കൾക്കും വലിയ മാതൃകയും വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ പ്രാർത്ഥന വളരെ ശക്തവുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ നേപ്പിൾസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുടുംബത്തിലെ ഒരു ആൺകുട്ടി ഉദരസംബന്ധമായിട്ടുള്ള രോഗം ബാധിച്ച് അങ്ങനെ ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ പല ചികിത്സകളും ചെയ്തെങ്കിലും ഈ കുട്ടിക്ക് സൗഖ്യം ലഭിച്ചില്ല. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാനില്ല, നിങ്ങളുടെ കുട്ടിയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞ് അവർ കൈയൊഴിഞ്ഞു. അപ്പോൾ ഇവരുടെ ഈ ആൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നത് ഈ ചെറുപ്പക്കാരനായ ഈ യുവാവായ ഡൊമിനിക് സാവിയോയുടെ മുഖമാണ്. ഈ മാതാപിതാക്കൾ ഉടനെ തന്നെ ഈ ഡൊമിനിക് സാവിയോയുടെ ഒരു ചെറിയ ചിത്രം, ഒരു കാർഡ് അവർ സംഘടിപ്പിച്ചു. അതിനുശേഷം ആ കാർഡ് ഈ രോഗിയായി ആശുപത്രിയിൽ കിടക്കുന്ന അവരുടെ മകൻ്റെ തലയണയുടെ കീഴിൽ ഈ കാർഡ് വെച്ചു. ഓരോ ദിവസവും രാത്രിയിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു: വിശുദ്ധ ഡൊമിനിക് സാവിയോയെ, ഈശോയും പരിശുദ്ധ അമ്മയും അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നല്ലോ. അങ്ങയെപ്പോലെ തന്നെ ചെറുപ്പമാണ് ഞങ്ങളുടെ ഈ മകനും. ഞങ്ങളുടെ ഈ മകനു വേണ്ടി ഈശോയോടും മറിയത്തോടും ഒരത്ഭുതം പ്രവർത്തിക്കുവാൻ പ്രാർത്ഥിക്കണമേ എന്ന് അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഈ കുട്ടി കിടക്കുന്ന ആ ബെഡിലെ തലയണ അടിയിലുള്ള ഈ ചിത്രം എടുക്കും, ഡൊമിനിക് സാവിയോയുടെ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ അവർ ആ തലയണ കീഴിൽ ഡൊമിനിക് സാവിയോയുടെ ചിത്രം കാർഡ് വയ്ക്കുമായിരുന്നു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു യുവാവ് ഡൊമിനിക് സാവിയോ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, കരയാതിരിക്കൂ, നിങ്ങളുടെ മകൻ എത്രയും പെട്ടെന്ന് സുഖപ്പെടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിറ്റേ ദിവസം ഈ അമ്മയും അപ്പനും ഉറച്ചു വിശ്വസിച്ചു വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ മധ്യസ്ഥതയിൽ തങ്ങളുടെ മകൻ സുഖപ്പെടുമെന്ന്. പക്ഷേ പിറ്റേ ദിവസം തന്നെ രോഗമൊക്കെ വളരെ ഭേദമായി. ഈ ആൺകുട്ടി ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നു, ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നു. അങ്ങനെ പെട്ടെന്നൊരു വലിയ സൗഖ്യത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഡോക്ടേഴ്സിനും മറ്റെല്ലാവർക്കും അത് വലിയ അതിശയമായി മാറി. അങ്ങനെ വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ മധ്യസ്ഥതയിൽ അവരുടെ മകൻ പൂർണ്ണ സൗഖ്യത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, ഈ ഭൂമിയിൽ 15 വർഷങ്ങൾ മാത്രമാണ് ഡൊമിനിക് സാവിയോ ജീവിച്ചത്. പക്ഷേ ആ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ഏറ്റവും നല്ല സുഹൃത്തായി തീരാൻ ഈ ഡൊമിനിക് സാവിയോ ആഗ്രഹിച്ചു എന്നതാണ് ഡൊമിനിക് സാവിയോയുടെ പ്രത്യേകത.
അദ്ദേഹം എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ജീസസ് ആൻഡ് മേരി ബി മൈ ഫ്രണ്ട്സ് നൗ ആൻഡ് ഫോർ എവർ. ഈശോയെ, പരിശുദ്ധ അമ്മേ, എൻ്റെ സുഹൃത്തുക്കളായിരിക്കണമേ എല്ലാ സമയവും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. 7ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ്. 7ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ വിശുദ്ധ ഡൊമിനിക് സാവിയോ, ഈ ഡൊമിനിക് സാവിയോയുടെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ തലേ ദിവസം അമ്മയുടെ അരികിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയെ എന്തെങ്കിലും കാരണത്താൽ വേദനിപ്പിക്കുകയോ അമ്മയോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ നാളെ ഈശോയെ അപ്പത്തിൻ്റെ രൂപത്തിൽ സ്വീകരിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ആ 7 വയസ്സുള്ളപ്പോൾ തന്നെ ഈ ആൺകുട്ടിയുടെ സവിശേഷമായിട്ടുള്ള ഭക്തിയും പ്രത്യേകതകളും അവൻ്റെ അമ്മയും അപ്പച്ചനും അവർ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ചെറുപ്പം ആയിട്ടുള്ള ഈ കുട്ടി വലിയൊരു വിശുദ്ധനായി മാറുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. അദ്ദേഹം, ഈ ഡൊമിനിക് സാവിയോ, അദ്ദേഹം തൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്ന കാര്യം ഇങ്ങനെയായിരുന്നു, എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള കഴിവോ പ്രാപ്തിയോ ഇല്ല. ഞാനൊരു കുട്ടിയാണ്. എനിക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള കഴിവോ പ്രാപ്തിയോ ഇല്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. അപ്പോൾ സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഡൊമിനിക് സാവിയോ നൽകുന്ന ഒരു വലിയ മാതൃകയാണത്. വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ഓരോ വാക്കും അല്ലെങ്കിൽ പറയുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ദൈവത്തിന് മഹത്വം നൽകുന്നതായി മാറാൻ, അപ്രകാരം പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ വിശുദ്ധ ഡൊമിനിക് സാവിയെ പോലെ നമുക്കും അനുഗ്രഹീതരാകാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. കുഞ്ഞിലെ തന്നെ, കുട്ടിക്കാലം മുതലേ തന്നെ പരിശുദ്ധിയെ സ്നേഹിച്ചിരുന്ന ഡൊമിനിക് സാവിയോ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും യുവതി യുവാക്കൾക്കും വലിയ മാതൃകയാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിരുന്ന ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള മറ്റു കുട്ടികൾ തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിരന്തരം അവനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഡൊമിനിക് സാവിയോ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ ജനിച്ചത് ഈ കാര്യങ്ങളിലേക്ക് തിരിയാനല്ല, ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യാനും നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുമാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ആ കൂട്ടുകാരെ തെറ്റിലേക്ക് നയിച്ച കൂട്ടുകാരുടെ സ്നേഹവും സൗഹൃദവും ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ കുട്ടിക്കാലം മുതൽ തന്നെ ജീവിതത്തിൻ്റെ പരിശുദ്ധിയിൽ വളരാനും നന്മയിൽ വളരാനും പരിശ്രമിച്ച ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ ഡൊമിനിക് സാവിയോ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി കുട്ടികൾ തമ്മിലുള്ള വഴക്കുകളും കലഹങ്ങളും കൊലപാതകങ്ങളും പോലും കേൾക്കുമ്പോൾ സമാധാനത്തെ സ്നേഹിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു വിശുദ്ധ ഡൊമിനിക് സാവിയോ. അദ്ദേഹത്തിൻ്റെ സ്കൂൾ പഠനകാലത്ത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കടിക്കുകയും അതിനെ തുടർന്ന് 2 പേരും ഓരോ വലിയ കല്ലെടുത്ത് പരസ്പരം ആക്രമിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയുമാണ്. ഡൊമിനിക് സാവിയോ അത് കണ്ടപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഈശോയുടെ ഒരു ക്രൂശിത രൂപമുണ്ടായിരുന്നു. ആ ക്രൂശിത രൂപം കൊണ്ട് അദ്ദേഹം ഈ 2 കുട്ടികളുടെയും മധ്യത്തിലേക്ക് എടുത്തു ചാടി ആ കുട്ടികളോട് ഡൊമിനിക് സാവിയോ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഈ ക്രൂശിതനിലേക്ക് നോക്കൂ, ഈ മുഖത്തിലേക്ക് നോക്കൂ. ശത്രുക്കളോട് കുരിശിൽ കിടന്നുപോലും ക്ഷമിച്ച ഈശോയാണ് ഈ കുരിശിലുള്ളത്. ഈ മുഖത്തേക്ക് നോക്കി നിങ്ങൾക്ക് പരസ്പരം കല്ല് വെച്ച് എങ്ങനെ ആക്രമിക്കാൻ കഴിയും എന്ന് ഡൊമിനിക് സാവിയോ ചോദിച്ചു. പെട്ടെന്ന് അത്ഭുതമെന്ന് പറയട്ടെ, ആ 2 കുട്ടികളും ശാന്തരായി അവർ ആ ക്രൂശിത രൂപത്തിലേക്ക് പോയി. അവർ പരസ്പരം ആക്രമിക്കാതെ അവിടെ നിന്ന് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്കും യുവതി യുവാക്കൾക്കും ഒക്കെ വലിയൊരു മാതൃകയും വലിയൊരു മാധ്യസ്ഥവുമാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ യിലൂടെ നമുക്ക് ലഭിക്കുക. വിശുദ്ധ ഡൊമിനിക് സാവിയോ പ്രത്യേകമായിട്ട് കുട്ടികളുടെയും യുവതി യുവാക്കളുടെയും മധ്യസ്ഥനാണ്. നമുക്കറിയാം, വിശുദ്ധ
ഡോൺ ബോസ്കോയുടെ കീഴിലാണ് ആദ്യ നാളുകളിൽ വിശുദ്ധ ഡൊമിനിക് സാവിയോ പരിശീലനം നടത്തിയിരുന്നത്. വിശുദ്ധ ഡൊമിനിക് സാവിയോ വിശുദ്ധ ഡോൺ ബോസ്കോയോട് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ മരണത്തിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം വിശുദ്ധ ഡോൺ ബോസ്കോയോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ഡോൺ ബോസ്കോയോട് ഇപ്രകാരം പറഞ്ഞു: ഐ ആം സീയിങ് വണ്ടർഫുൾ തിങ്സ്. ഞാൻ അതിശയകരമായ കാര്യങ്ങൾ കാണുന്നുണ്ട്. അത് വാസ്തവത്തിൽ ഡൊമിനിക് സാവിയോ പ്രാർത്ഥനകൾക്കിടയിൽ അദ്ദേഹം കണ്ട സ്വർഗത്തിൻ്റെ കാഴ്ചകളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവർ, ഈ 15-ാമത്തെ വയസ്സിൽ ഡൊമിനിക് സാവിയോ മരിക്കുമ്പോൾ അദ്ദേഹം രോഗബാധിതനായിട്ടാണ് മരിക്കുന്നത്. അദ്ദേഹത്തിന് പല വിധത്തിലുള്ള രോഗങ്ങളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന രോഗങ്ങളെ, വേദനകളെ, സഹനങ്ങളെ അദ്ദേഹം നല്ല രീതിയിൽ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായല്ലോ. പക്ഷേ അപ്പോൾ ഡൊമിനിക് സാവിയോ പറഞ്ഞത്, എനിക്കുണ്ടായ രോഗങ്ങളും പ്രയാസങ്ങളും എനിക്ക് അത് ഉപകാരപ്പെട്ടു. എനിക്കതുമൂലം എൻ്റെ മരണത്തിനായിട്ട് ഒരുങ്ങുന്നതിനുള്ള നല്ല സമയം ലഭിച്ചു. ഒരുപക്ഷെ ഞാൻ രോഗിയായിരുന്നില്ലെങ്കിൽ പല കാര്യങ്ങളിൽ മുഴുകി ഞാൻ നടന്നേനെ. രോഗിയായതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുവാൻ സാധിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. അപ്പോൾ സ്നേഹമുള്ളവരെ, ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ 15 വയസ്സുള്ളപ്പോൾ തന്നെ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ ഈ ഡൊമിനിക് സാവിയോ അധികം വൈകാതെ തന്നെ വലിയൊരു വിശുദ്ധനായി മാറുകയും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥതയിലൂടെ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയും ചെയ്തു. ഈ കൊച്ചു വിശുദ്ധൻ നമുക്കെല്ലാവർക്കും വലിയ മാതൃകയാണ്. ഇന്ന് തിരുസഭ വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ഭവനങ്ങളിലുള്ള കുട്ടികളെയും യുവതി യുവാക്കളെയും ഡൊമിനിക് സാവിയോയുടെ മാധ്യസ്ഥതയിൽ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഡൊമിനിക് സാവിയോ എല്ലാ കുട്ടികൾക്കും എല്ലാ യുവതി യുവാക്കൾക്കും നൽകുന്ന ഉപദേശമാണ്: യൗവനത്തിലും നമുക്ക് പരിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. നമ്മുടെ കുട്ടിക്കാലത്തും യൗവനത്തിലും നമുക്ക് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ കുട്ടിക്കാലത്തും നമ്മുടെ യൗവനത്തിലും ഈശോയെയും മറിയത്തെയും നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാക്കി മാറ്റാൻ കഴിയും എന്ന് ഡൊമിനിക് സാവിയോ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആ ഡൊമിനിക് സാവിയോയുടെ ആ ഹൃദയ വിശുദ്ധിയാണ്. ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ഈ 15 വർഷത്തിനുള്ളിൽ ഡൊമിനിക് സാവിയോ ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഹൃദയ വിശുദ്ധി, അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യവും ദൈവത്തെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തെ ദൈവം വളരെയധികം അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവർ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു ചെറിയ നിസാര കാര്യത്തെ പ്രതി പോലും ദൈവത്തെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ മടിയില്ലാത്തവരാണ് നമ്മിൽ പലരും. എന്നാൽ ഡൊമിനിക് സാവിയോ എത്ര വലിയ വേദനയുണ്ടായാൽ പോലും ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ദൈവം ഡൊമിനിക് സാവിയോയെ അങ്ങേയറ്റം ഉയർത്തി വളർത്തി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവർ, ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. തിരുസഭ ഇന്ന് ഈ കൊച്ചു വിശുദ്ധൻ, ആ കൊച്ചു വിശുദ്ധൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ യുവതി യുവാക്കൾക്കും വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ മാധ്യസ്ഥവും പ്രാർത്ഥനയും വളരെ ശക്തമാണ്. നമ്മുടെ മക്കളെ എല്ലാവരെയും വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ മാധ്യസ്ഥയിലൂടെ ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ആ ഇറ്റലിയിൽ രോഗം വന്ന ആ കുട്ടിയുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതുപോലെ, ഓ ഡൊമിനിക് സാവിയോ, വിശുദ്ധനായ ഡൊമിനിക് സാവിയോ, അങ്ങ് ഞങ്ങളുടെ മകനെ പോലെയും ചെറുപ്പമായിരുന്നല്ലോ. അങ്ങയുടെ സുഹൃത്തുക്കളായിരുന്നല്ലോ ഈശോയും മറിയവും. അങ്ങേക്ക് ഇത്രയും സൗഹൃദമുണ്ടായിരുന്നു. ഈശോയോടും മറിയത്തോടും പറഞ്ഞ് ഞങ്ങളുടെ മകനെ സുഖപ്പെടുത്തണമേ. അവരുടെ ആ ലളിതമായ പ്രാർത്ഥന, എല്ലാ ദിവസവും അവർ രോഗക്കിടക്കയിൽ കിടന്ന് പ്രാർത്ഥിച്ച മകൻ്റെ
കിടക്കക്കരികിൽ നിന്ന് പ്രാർത്ഥിച്ച വലിയ പ്രാർത്ഥന ആ മകന് സൗഖ്യം ലഭിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിലെ കുട്ടികളെ, നമ്മുടെ യുവതി യുവാക്കളെല്ലാം ഡൊമിനിക് സാവിയോട് ഈശോയ്ക്ക് സമർപ്പിക്കാം. നമുക്കും ഡൊമിനിക് സാവിയോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഡൊമിനിക് സാവിയോയെ, എൻ്റെ മകനും എൻ്റെ മകളും അങ്ങേപോലെ ചെറുപ്പമാണല്ലോ. അങ്ങ് ഈശോയും മറിയവുമായിട്ട് സൗഹൃദത്തിലായിരുന്നത് പോലെ എൻ്റെ മകനെയും മകളെയും ഈശോയുമായിട്ട് മറിയുമായിട്ട് സൗഹൃദത്തിലേക്ക് കൊണ്ടുവരണമേ. അവരനുഗ്രഹിക്കുവാൻ ഈശോയോടും മറിയത്തോടും പ്രാർത്ഥിക്കണമേ. ഈ ലളിതമായ പ്രാർത്ഥനയിലൂടെ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കുടുംബത്തെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. മക്കൾ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് വിശുദ്ധ ഡൊമിനിക് സാവിയുടെ മാധ്യസ്ഥം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചേർന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ യേശുവേ, വിശുദ്ധ ഡൊമിനിക് സാവിയോയെ ഞങ്ങൾക്ക് മാധ്യസ്ഥനായി നൽകിയതോർത്ത് നന്ദി പറയുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ യുവതി യുവാക്കളെയും വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ മാധ്യസ്ഥത്തിനും അനുഗ്രഹത്തിനുമായിട്ട് സമർപ്പിക്കുന്നു. വിശുദ്ധനെ പോലെ ഞങ്ങളുടെ മക്കളും ഈശോയെയും പരിശുദ്ധമ്മയെയും സ്നേഹിക്കുവാനും പരിശുദ്ധിയിൽ വളരുവാനും നന്മയും സമാധാനവും ആഗ്രഹിക്കുവാനും ദൈവത്തെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ഒഴിവാക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുവാനും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധ ഡൊമിനിക് സാവിയോ ഈ തിരുനാൾ ദിവസം ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബത്തിന്റെ നിയോഗങ്ങളെയും രോഗികളായിരിക്കുന്നവരെയും സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെയും സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം കർത്താവേ. ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. വിശുദ്ധ ഡൊമിനിക് സാവിയോ ഈ സമൂഹത്തെ സന്ദർശിക്കണമേ, കുടുംബങ്ങളെ സന്ദർശിക്കണമേ, എല്ലാ കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കളെ അനുഗ്രഹിക്കണമേ, എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയാ. കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയാ. ഘോരവൈരി നടുവിലവൻ പേശ നമുക്കൊരുക്കുമല്ലോ, പേശ നമുക്കൊരുക്കുമല്ലോ. ഘോരവൈരി നടുവിലവൻ പേശ നമുക്കൊരുക്കുമല്ലോ, പേശ നമുക്കൊരുക്കുമല്ലോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലും നദരേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ.
പിളർന്നിടും ഒരടിപ്പിണരാ തന്നിടുന്നു രോഗസൗഖ്യം, തന്നിടുന്നു രോഗസൗഖ്യം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതരേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതരേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും സുഖപ്പെടുത്തണമേ. ഈശോയെ അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം. ഈശോയെ സുഖപ്പെടുത്തണം, ഈശോയെ അനുഗ്രഹിക്കണം, സുഖപ്പെടുത്തണം. ഈശോയെ അനുഗ്രഹിക്കണം, സുഖപ്പെടുത്തണം. ഈശോയെ അനുഗ്രഹിക്കണം, ഈശോയെ അനുഗ്രഹിക്കണം, ഈശോയെ അനുഗ്രഹിക്കണം, ഈശോയെ അനുഗ്രഹിക്കണം, സുഖപ്പെടുത്തണം, സുഖപ്പെടുത്തണം. അനുഗ്രഹിക്കണം, 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 സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ. ഈശോയെ, ഈശോയെ, ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന യേശുവേ നന്ദി. ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മഹത്വം, മഹത്വം. അനുഗ്രഹം, 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 അനുഗ്രഹം. സൗഖ്യം, 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 സൗഖ്യം. അനുഗ്രഹം, അനുഗ്രഹം, അനുഗ്രഹം. സൗഖ്യം, സൗഖ്യം, സൗഖ്യം. അനുഗ്രഹം, അനുഗ്രഹം, അനുഗ്രഹം. സൗഖ്യം, സൗഖ്യം, സൗഖ്യം. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, യേശുനാമത്തിൽ കെട്ടുകൾ പൊട്ടട്ടെ, യേശുനാമത്തിൽ രോഗങ്ങൾ സുഖപ്പെടട്ടെ, യേശുനാമത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ, യേശുനാമത്തിൽ കൃപകൾ ഒഴുകട്ടെ, യേശുനാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ. യേശുവേ ദാവീദിന്റെ പുത്രനായ കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഡൊമിനിക് സാവിയോയെ അനുഗ്രഹിച്ച കർത്താവ് ഈശോയുമായിട്ടും പരിശുദ്ധ മറിയവുമായിട്ടും സൗഹൃദത്തിലാകുവാൻ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. സൗഖ്യങ്ങൾക്കും അഭിഷേകത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ഭവനങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും ഒഴുകുന്ന സമയമാണ്. ഈശോ അനുഗ്രഹിക്കുന്നുണ്ട് അനേകരെ. കർത്താവെ സുഖപ്പെടുത്തണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കണമേ, നല്ലൊരു ഭവനം നൽകണമേ. ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. യൂട്രസ് സംബന്ധമായിട്ടുള്ള ഗർഭപാത്രം സംബന്ധിച്ചുള്ള രോഗപീഠകളുള്ള 8 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അതിലൊരു സഹോദരിയോട് യൂട്രസ് നീക്കം ചെയ്യുന്നുള്ള ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ഭയത്തിലാണ് ആ സഹോദരിക്ക്. ഓപ്പറേഷനിലൂടെയാണ് സൗഖ്യം നൽകുന്നത്. പക്ഷേ ഭയം മാറ്റി എല്ലാ കാര്യങ്ങളും നല്ല വിധത്തിൽ ഈശോ ക്രമീകരിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏറെ നാളുകളായിട്ട് വിവാഹം നടക്കാത്ത 8 മക്കളുടെ വിവാഹം കർത്താവ് തടസ്സങ്ങൾ നീക്കി ഒരുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു സഹോദരി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സഹോദരിയെ കർത്താവ് സ്പർശിക്കുകയും
വലിയ ആശ്വാസം രോഗത്തിന് നൽകുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല വിധത്തിലുള്ള ജഡിക പാപങ്ങളിൽ പെട്ടുപോയിട്ടുള്ള 8 പേര് കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകുന്നു. അതിൽ ഒരു സഹോദരി സ്വന്തം ഭർത്താവിനോട് അവിശ്വസ്തമായിട്ട് പെരുമാറാറുണ്ട്. ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയാലോ എന്നാണ് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. ആ സഹോദരിക്ക് ഈശോ അനുതാപം നൽകുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 ശക്തമായിട്ടുള്ള തലവേദന, മൈഗ്രെയിൻ പോലെയുള്ള തലവേദന ശക്തമായിട്ടുണ്ട്. അത് കുറേ ഓവറായിട്ടുള്ള ആൻസൈറ്റി, ഉത്കണ്ഠയും ആകുലതയും ടെൻഷനും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള 11 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ശ്വാസകോശ സംബന്ധമായ ലങ്സ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, മറ്റ് അസ്വസ്ഥതകൾ ഉള്ള 13 പേരെ കർത്താവ് സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. തൈറോയിഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള 4 പേരെ കർത്താവ് സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറച്ച് നാളുകളായിട്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്ത 19 പേർക്ക് പുതിയ ഉണർവും അഭിഷേകവും ഈശോ നൽകുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാലാവസ്ഥ വലിയ ചൂട് അനുഭവപ്പെടുന്ന ആ നിമിഷങ്ങളിൽ കണ്ണുകളുടെ ചുറ്റും വേദന എടുക്കുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണിൽ വളരെയധികം അസ്വസ്ഥതകൾ അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള 16ഓളം പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 27 മാതാപിതാക്കളെ ഈശോ മക്കളെയും മാതാപിതാക്കളെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 ഒത്തിരിയേറെ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടു. പക്ഷെ ജീവിതത്തിൽ തിരിച്ചടികളും പരാജയങ്ങളുമാണ് കൂടുതൽ. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു വന്ന ഒരു സഹോദരനെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് വീണ്ടും ആ സഹോദരനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള 6 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. വിദേശത്തേക്ക് പോകുന്നില്ല തടസ്സം മാറ്റി 3 പേരെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 കേൾവി ശക്തി കുറഞ്ഞു പോകുന്ന 2 പേരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ചെറുപ്പമായിട്ടും പല കാര്യങ്ങളും മറന്നു പോകുന്നു. മറവി രോഗം അസ്വസ്ഥപ്പെടുത്തുന്നു. ചെറുപ്പമാണ്, പക്ഷെ മറവി രോഗം ശക്തമായിട്ടുണ്ട്. അങ്ങനെയുള്ള 6 പേരെ ഈശോ ആ മേഖലയിൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 കുടുംബത്തിലെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് സമാധാനവും ഉറക്കവും ഇല്ലാതെ ഇരിക്കുന്ന 60-ലധികം പേരെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ഇടപെടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എനിക്ക് യൂട്രസ് സംബന്ധമായ അസുഖം കുറേ നാളായിട്ട് ഉണ്ടായിരുന്നു. പല ഡോക്ടേഴ്സിനെയും കണ്ടിരുന്നു. എന്നിട്ടും അസുഖത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇവിടെ വന്ന് ആരാധനയിലും കുർബാനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ യൂട്രസ് സംബന്ധമായ അസുഖമുള്ള ഒരാൾ ദൈവം സുഖപ്പെടുത്തുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ആ സൗഖ്യം എനിക്കായിരുന്നുവെന്ന് വീട്ടിലെത്തിയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ബിന്ദു CK, വെളിമണ്ണ, താമരശ്ശേരി. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ലിസി റോയി, വരിക്കിൽ, കുപ്പായക്കോട്.
ഞാൻ ഇവിടെ വന്ന് പരിശുദ്ധ കുർബാനയിൽ നൊവേനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകന് ദുബായിൽ നല്ലൊരു കമ്പനിയിൽ മെയ് 1 ജോലിക്ക് ജോയിൻ ചെയ്തു. വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ അന്തോണീസിനോടും പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൂദാ തദ്ദേശിനോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈശോയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ലിസി റോയി കുപ്പായിക്കോട്. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല വലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമീൻ. ഒരിക്കൽ കൂടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ഒരാളെ പോലും വെറും കൈയോടെ പറഞ്ഞയക്കരുത്. കർത്താവെ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ കടന്നു വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ ഒരാൾ പോലും വെറും കൈയോടെ ഇന്നിവിടെ നിന്ന് പോകരുത്. കർത്താവെ അനുഗ്രഹിക്കണം. ഈശോ എല്ലാവരും അനുഗ്രഹിക്കണം. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. പരീക്ഷകൾ എഴുതുന്ന കുട്ടികളെ അനുഗ്രഹിക്കണം. ഈശോയെ ജോലി അന്വേഷിക്കുന്നവരെ അനുഗ്രഹിക്കണം. വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഭവനമില്ലാത്തവർക്ക് ഭവനം ലഭിക്കട്ടെ. സ്ഥലവിൽപ്പനയുടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. കൃപ നിറയട്ടെ. രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. സമാധാനമുണ്ടാകട്ടെ. ദുശീലങ്ങൾ മാറിപ്പോകട്ടെ. യേശുവേ ആരാധന, ആരാധന. അനുഗ്രഹിക്കുന്ന ഈശോയ്ക്ക് നന്ദി പറയും. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വലിയ അപകർഷതാ ബോധമുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാൻ സാധിക്കുന്നില്ല. ആ വ്യക്തിയെ കർത്താവ് ചേർത്ത് പിടിച്ച് ധൈര്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഷോൾഡറിന്റെ ഭാഗത്ത് ശക്തമായ വേദന ഉള്ള 3 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ബ്രസ്റ്റ് സംബന്ധമായിട്ടുള്ള രോഗപീഠകളുള്ള 4 സഹോദരിമാർക്ക് കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരം. പരിശുദ്ധ പരമദിവ്യകാരുണ്യം എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.